പോലീസിൽ ഇസ്ലാമിക ഭീകരരുമായി ബന്ധമുള്ള ആളുകളുടെ പിടിമുറുക്കം ശക്തമാകുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പോപ്പുലർ ഫ്രണ്ട് SDP എന്ന് കേട്ടാൽ ഭയന്ന് വിറയ്ക്കുന്നു. അവർ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം കേരള ഹൈക്കോടതി പോലും ഭീകരവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ 2 സംഘടനകളെ സംബന്ധിക്കുന്ന വാർത്തകൾ കൊടുക്കുമ്പോൾ അതിന് പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണ് എന്ന് വ്യക്തമായി അറിയുന്ന മീഡിയകൾ പോലും ഇത്തരം വാർത്തകൾ മുക്കുന്നു. അവരും അറിഞ്ഞോ അറിയാതെയോ രാജ്യവിരുദ്ധരുടെ ഭാഗമായി മാറുകയാണ്. നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി SDP സംസ്ഥാന നേതാവായ ഷൗക്കത്ത് അലിക്ക് ടെലിവിഷനും മറ്റ് സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ASI ക്യാൻറ്റീൻ കാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണിപ്പോൾ ഈ ശക്തമായിട്ടുള്ള വിവരം. കേരള പോലീസിലെ പച്ചവെളിച്ചത്തെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ കേട്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ച് വിഷ്ണു വിഘ്നേഷ് എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ. അതില് വിഷ്ണു സൈനികനാണ്. ഒരു കാര്യവും ഇല്ലാതെ അവരെ കൊണ്ടുപോയി ഒരു അനീഷ് മുഹമ്മദ് എന്ന് പറയുന്ന പോലീസുകാരൻ തല്ലിച്ചതച്ചതും ഇനി കാഞ്ചി വലിക്കുന്ന വിരലുകൾ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആക്രോശിച്ചതും ഒക്കെ ഈ കൊച്ചു കേരളം കണ്ടതാണ്. ധാരാളം വാർത്തകൾ ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതിന്റെ അപ്ഡേഷൻ എന്താണ് എന്ന് ഒരു മാധ്യമങ്ങളും തെരഞ്ഞു പോകാറില്ല. അതാണ് നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിനെയും SDP-യെയും ചൊറിഞ്ഞാലുള്ള ഗുണം. ASI ഇപ്പോ പല രഹസ്യ വിവരങ്ങളും SDP-ക്ക് കൈമാറിയിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തെല്ലാം വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത് എന്നതിൽ പോലീസിന് ധാരണയൊന്നുമില്ല. ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ASIയുടെ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ച് ഷൗക്കത്ത് അലി ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത് കുടുംബാംഗങ്ങളുടെ പേരിലായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ TV ഗിഫ്റ്റ് ആണ് എന്നാണ് ഷൗക്കത്ത് അലിയുടെ വാദം. എന്നാൽ ബില്ലിലെ വിവരം പുറത്തായതോടുകൂടി ആ വാദം പൊളിഞ്ഞു. ഗുരുതരമായ കൃത്യവിലോപമാണ് ഇയാളുടേത് എന്ന് കണ്ടതുകൊണ്ട് തന്നെ ASI സലീമിനെ എറണാകുളം റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. തന്ത്രപ്രധാനമായ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പ്രധാന ഉദ്യോഗസ്ഥന് SDP സംസ്ഥാന നേതാവുമായിട്ടുള്ള ബന്ധമാണ് പോലീസിനെ കൂടുതൽ കുഴയ്ക്കുന്നത്. പോലീസിൽ പച്ചവെളിച്ചത്തിന്റെ പ്രവർത്തനം സജീവമാണ്. പോലീസിലെ രഹസ്യങ്ങൾ ചോർത്തിയ നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ചോർത്തി കൊടുത്തിരുന്നു. കേരള പോലീസിൽ ഭീകരബന്ധമുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ NIA-യുടെ കണ്ടെത്തലുണ്ട്. പോലീസിലെ 873 ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് NIA കൈമാറിയിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച നടപടിയൊന്നും പോലീസിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നീട് അതിന്റെ അപ്ഡേഷൻ എന്തായി എന്ന് പോലും മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പോപ്പുലർ ഫ്രണ്ടിന് ശക്തമായ വേരോട്ടമുള്ള ഈ മണ്ണിൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പല മാധ്യമങ്ങളും ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയുന്ന ആളുകളാണ് നമ്മൾ. പ്രത്യേകിച്ച് പച്ചവെളിച്ചത്തിന്റെ മാധ്യമ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത്. നമ്മുടെ CA റൌഫിനെയൊക്കെ പിടിച്ച സമയത്ത് റൌഫിന്റെ തന്നെ മൊഴിയിൽ വ്യക്തമായിട്ടും ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കേട്ടവരുമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം മീഡിയ സിൻഡിക്കേറ്റുകൾ ഈ കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കൈകളിലാണ് എന്ന് പറയുന്ന അസ്ത്രം ഗഫൂറിനെയും CA റൌഫിനെയും ഒക്കെ കണ്ടതാണ് നമ്മൾ. ഒരുപക്ഷെ ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അടുത്ത ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്ന MK ഫൈസിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കേരളം എന്നേ ഒരു സിറിയയായി മാറുമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന കേരളത്തിൽ നടത്തിയിട്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നാണ് മേലാമുറിയിൽ, പാലക്കാട് മേലാമുറിയിൽ ശ്രീനിവാസൻ വധം. RSS പ്രവർത്തകനായ ശ്രീനിവാസനെ SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭീകരർ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഭീകരർ വന്ന് ക്ഷണം നേരം കൊണ്ട് ആക്രമിച്ച് വെട്ടി കൊലപ്പെടുത്തിയത്. ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമായി തേഞ്ഞുമാഞ്ഞ് പോകുന്ന സ്ഥിതിയിലായിരുന്നു അന്ന്. കാരണം SDP-യും RSS-ഉം തമ്മിലുള്ള സംഘർഷമാണെന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുമൊക്കെയാണ് കേരള പോലീസ് പറഞ്ഞു വരുത്തിയത്. പക്ഷെ അപ്പോൾ തന്നെ ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയ കേരള പോലീസിന് ഇതിന് ചില അപകട സൂചനകൾ ലഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ ആളുകളുടെ ലിസ്റ്റ് ഇട്ട് കൊല്ലുകയാണെന്നും
കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെച്ച് അനുകൂലമായ സാഹചര്യത്തിൽ അവരെ കൊല്ലുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടങ്ങുന്ന ചില വിവരങ്ങൾ അത് കേരള പോലീസിന് ലഭിച്ചതാണ്. പക്ഷേ കേരള പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, കേവലം ഒരു പൊളിറ്റിക്കൽ കില്ലിംഗ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഈ ശ്രീനിവാസൻ വധക്കേസ്. ശ്രീനിവാസൻ വധക്കേസ് ഉൾപ്പെടെ മറ്റ് നിരവധി കൊലക്കേസുകൾക്ക് പിന്നിൽ ഇസ്ലാമിക ഭീകരരാണ് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊന്നും ഭരണകൂടം ചെവിക്കൊണ്ടില്ല, കേരളത്തിലെ പോലീസ് ചെവിക്കൊണ്ടില്ല. പക്ഷേ കേന്ദ്ര ഏജൻസിയായ NIA ആണ് ഒടുവിൽ ഇതൊരു കൊലപാതകം, ഒരു കേവലം ഒരു കൊലപാതകമല്ല, ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ എല്ലാം പിടികൂടുകയും ചെയ്തത്. ഇതിൽ പക്ഷേ NIA-യുടെ പ്രതിപട്ടികയിലുള്ള രണ്ടാം പ്രതി EK ഷംനാദ് ഇതുവരെയും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഷംനാദിനെ ഇതുപോലെ തന്നെയായിരുന്നു ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത ഒന്നാം പ്രതി. 35 പ്രതികളുടെ ലിസ്റ്റ് ഇട്ടിട്ടും ഒന്നാം പ്രതിയെ മാത്രം ലഭിച്ചിരുന്നില്ല. ഒന്നാം പ്രതി 10 വർഷത്തിലധികമായി കണ്ണൂർ സുഖവാസ കേന്ദ്രത്തിലായിരുന്നു. അയാൾ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത മഴുവുമായി പോയപ്പോൾ SDPI പ്രവർത്തകൻ സ്വന്തം മകളെ തന്നെയാണ് ഇദ്ദേഹത്തിന് കാഴ്ചവെച്ചത്, കെട്ടിച്ചു കൊടുത്തു. എന്നിട്ട് 2 മക്കളുമൊക്കെയായി സുഖസുന്ദരമായി ജീവിച്ചു വന്നു. ഇതറിയാതെയാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു SDPI നേതാവ് തന്റെ മകൾക്ക് യോജിച്ച വരനെ കണ്ടെത്തുന്നത് എങ്ങനെ മഴു ഉപയോഗിക്കാം എന്ന് വ്യക്തമായി പരിശീലിച്ച വ്യക്തിയാണ് എന്നറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഉന്നയിക്കുന്ന മതവും രാഷ്ട്രീയവും എന്താണ് എന്ന്. അതുപോലെ അരിയും മലരും മുദ്രാവാക്യം മുഴക്കിയ ആ കുട്ടിയെ കണ്ടെത്താൻ 3-4 ദിവസത്തോളം കേരള പോലീസിന് തിരയേണ്ടി വന്നു. ആ കുട്ടിയുടെ പിതാവിനെ ഒന്ന് കണ്ടെത്താൻ അതേപോലെ തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. അവരെയും വെള്ളപൂശാനും സംരക്ഷിക്കാനും ഇവിടെ ആളുണ്ടായിരുന്നു. ആ കുട്ടിയെ റൂം അടച്ചിട്ട് പഠിപ്പിച്ച 35ഓളം ആളുകളെ കണ്ടെത്താൻ കേരള പോലീസിന് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വന്നു. പക്ഷെ NIA വന്ന് പുഷ്പം പോലെ അവരെ തൂക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേരള പോലീസ് ഈ ഭീകരരിൽ ഉള്ളത്, കേരള പോലീസിനകത്ത് ഈ ഭീകര പ്രവർത്തകർ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇവർക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് NIA-യുടെ SDPI-യെ സംബന്ധിക്കുന്ന റെയ്ഡും പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡും കേരളത്തിലെ ഒരു പോലീസിനെ പോലും അറിയിക്കാതെ കേന്ദ്ര സർക്കാർ തന്നെ NIA-യെ വിട്ട് നേരിട്ട് തന്നെ കാര്യം ഓപ്പറേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ സാധിച്ചതും അവരുടെ നേതാക്കളിൽ നിന്നും ഡിജിറ്റൽ രേഖകൾ കണ്ടെത്താൻ സാധിച്ചതും വിദേശ ഫണ്ടിനെ സംബന്ധിക്കുന്ന തെളിവുകളും വിദേശ ഫണ്ടും കോടികളടങ്ങുന്ന എല്ലാ രേഖകളും അതുപോലെ മാരകായുധങ്ങളും ആയുധ പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞത് NIA നേരിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇവർക്ക് പ്രതികളെ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ. കാരണം അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാകും. ഈ സവാദ് എന്ന് പറയുന്ന ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തവനെ പോലെ തന്നെ, മുദ്രാവാക്യം വിളിച്ച പയ്യനെ പോലെ തന്നെ, രഞ്ജുവിനെ കൊന്ന പയ്യനെ പോലെ തന്നെ, പിന്നെ സഞ്ജുവിനെ കൊന്ന ആളെ പോലെ തന്നെ, രഞ്ജു ശ്രീനിവാസനെ കൊന്ന വ്യക്തിയെ പോലെ തന്നെ. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വലിയ ഒരു വിഭാഗം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ NIA കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാം പ്രതിയായ ഷംനാദ് 3 വർഷമായി ഒളിവിലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് 7 ലക്ഷം രൂപ NIA വിലയിട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. അതായത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കൊലപാതകം, NIA പോലുള്ള രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ ഏജൻസി അന്വേഷിക്കുന്ന ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന്റെ രണ്ടാം പ്രതിയാണ് 3 വർഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കേരളത്തിൽ ഒളിവിൽ താമസിച്ചത് എന്നുള്ളതാണ്. ഇതിൽ ഈ വാർത്തയിലെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഇയാൾ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ വിനോദയാത്ര നടത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 7 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഒരു ഭീകരൻ, രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ ഏജൻസി അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭീകരൻ, ആ ഭീകരന് സ്വച്ഛന്തം ഈ കേരളത്തിൽ 3 വർഷം വിഹരിക്കാൻ കഴിഞ്ഞു. അതിന് ആ ഒളിവ് ജീവിതത്തിനിടയിൽ CA റൌഫ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷവും 1 മാസത്തോളം കാലം ഇന്നോവയിൽ കോയമ്പത്തൂരും മംഗലാപുരവും കർണാടക കേരളം മൊത്തം കറങ്ങി നടന്നിട്ടും CA റൌഫിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. NIA-ക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഇയാൾക്ക് വിനോദയാത്ര പോകാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷിതമായി ആരും അറിയാതെ പേര് മാറ്റി വർഷങ്ങളോളം കേരളത്തിൽ ഒളിവിൽ കഴിയാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടന അത്തരം ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല. അതായത് ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ആ പ്രതിയെ പിടിയിലാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇയാൾ പേര് അഡ്രസ് മാറുന്നു, മറ്റൊരു പ്രദേശത്ത് പോയി താമസിക്കുന്നു. ഒരു പക്ഷേ ഇയാൾ കേരളം വിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിന് മുന്നേ തന്നെ പിടിയിലായിരുന്നു. പക്ഷേ കേരളത്തിനുള്ളിൽ ഇത്രയും പ്രമാദമായ ഒരു കേസിലെ രണ്ടാം പ്രതി എന്നിട്ട് രഞ്ജു ശ്രീനിവാസന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ജോസഫ് മാഷിന്റെ വധവും കയ്യും കാലും എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഈ പോലീസുകാർ അന്വേഷിച്ചതെല്ലാം കേരളം വിട്ട്
മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിലുമായിരുന്നു. പക്ഷേ ഇവർക്കറിയാമായിരുന്നു നമുക്ക് ഏറ്റവും സുരക്ഷിതമായ താവളം കപ്പലിനകത്ത് തന്നെയാണ് കള്ളനുണ്ടാകേണ്ടത് എന്ന്. അതുകൊണ്ട് അവർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കാൻ, മാസപ്പടി ഉണ്ടാക്കി കയ്യെ കൊണ്ടു കൊടുക്കാൻ, ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി ഏർപ്പെടുത്തി കൊടുക്കാൻ, ഇവരെ പിടിക്കപ്പെടാത്ത രൂപത്തിൽ ഹെയർ സ്റ്റൈലുകൾ മാറ്റി, പേരുകൾ മാറ്റി സ്വൈരവിഹാരം നടത്താൻ പറ്റിയ കേന്ദ്രം കേരളമാണ് എന്നവരും തിരിച്ചറിഞ്ഞു. ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് വീണ്ടും പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ചില ഒളി സങ്കേതങ്ങളുണ്ട്. ആ ഒളി സങ്കേതങ്ങൾക്ക് കേരള പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെയും പിന്തുണയുണ്ട്, സംരക്ഷണ കവചമുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ആ ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ പലതിനെയും NIA കണ്ടെത്തിയിട്ടുണ്ട്, ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ദുരൂഹ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ഏത് കുറ്റം കൃത്യം ചെയ്തിട്ട് വേണമെങ്കിലും അവിടെ പോയി ഒളിച്ചിരിക്കാം. ആ ഒളിച്ചിരിക്കുന്ന പ്രതിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. NIA പോലും അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ ഒട്ടനവധി ദിവസങ്ങളെടുക്കും, വർഷങ്ങളുടെ അന്വേഷണം ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, NIAക്ക് അവരുടെ അന്വേഷണത്തിൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മെലിഞ്ഞതാണ് ഈ SDPI പ്രവർത്തകരുടെ 5 SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA പരിശോധന നടത്തിയത്. ഷംനാദ് അടക്കമുള്ള SDPI പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിന്ന് ചിലപ്പോൾ ചില വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഷംനാദിന്റെ വസ്ത്രങ്ങളടക്കം NIA കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ ശാസ്ത്രീയമായ തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഷംനാദ് തന്നെയുമല്ല, ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട്. SDPI ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ ആണെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കും. കാരണം അവരെ NIA ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ, സൽക്കരിക്കേണ്ടത് പോലെ സൽക്കരിച്ചാൽ അവർ ദ്രുതഗതിയിൽ കാര്യങ്ങൾ പറയും. മുമ്പ് നമുക്കറിയാം, ഇവിടെ ഒരുപാട് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാനതല നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഉടനെ തന്നെ ഒരു റെയ്ഡ് നടന്നു. അത് കഴിഞ്ഞ് MK ഫൈസിയെ കൊണ്ടുപോയി, ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കുന്നു. CA റൌഫിനെ കൊണ്ടുപോകുന്നു, ഉടനെ തന്നെ വലിയ രൂപത്തിൽ ഒരു റെയ്ഡ് നടക്കുന്നു. കാരണം ഇവരിൽ നിന്നും ലഭിക്കുന്ന രേഖകൾ പ്രകാരമാണ് അടുത്ത ആളിലേക്ക് പോകുന്നത്. ഈ രൂപത്തിൽ NIAയുടെ കയ്യിൽ കിട്ടിയാൽ ഒരുപാട് പ്രതികൾ ഉടനെ തന്നെ പിടിക്കപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണ്. നന്ദി.